നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് മൈസൂർ കൊട്ടാരത്തിലേക്കാണ്. ആണ് കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗം. സന്ധ്യാസമയമാണ്. നൈറ്റ് വ്യൂ കണ്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. കൊട്ടാരം ചുറ്റി നടന്ന് കാണാൻ ഇഷ്ടം പോലെ സമയമെടുക്കും. അതിനായിട്ട് ഇവിടെ കുറേ കുതിര വണ്ടികൾ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. അതുകൂടാതെ കൊട്ടാരത്തിനുള്ളിലും ചുറ്റി കറക്കാൻ വേണ്ടിയിട്ട് വാഹനങ്ങൾ ലഭ്യമാണ്. ഓരോ സമയത്തും ഓരോ റേറ്റാണ് പറയുന്നത്. ഞങ്ങൾ ചോദിച്ചപ്പോൾ 600 രൂപയാണ് ചെറിയ റൗണ്ടിന്, വലിയ റൗണ്ടിന് 1200 രൂപ അങ്ങനെ ആണ് പറഞ്ഞത്. ഇവിടെ ധാരാളം സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ കാർ എൻട്രൻസ് ഫീ 50 രൂപയാണ്. പാർക്ക് ചെയ്ത കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗമാണിത്. ഇവിടെ തന്നെ കുറേ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് കൊട്ടാരത്തിൻ്റെ വേറൊരു ഭാഗമാണ്. ഇതാണ് മെയിൻ എൻട്രൻസ്. നമ്മൾ ഇതിലേക്കൂടെ ഇവിടേക്ക് കടക്കാൻ പോവുകയാണ്. ഇതാണൊരു വരാഹി ക്ഷേത്രമാണ്. ഇതാണ് കൊട്ടാരത്തിൻ്റെ നൈറ്റ് വ്യൂ. ധാരാളം സഞ്ചാരികൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇന്ത്യയിലെ കർണാടകയിലെ മൈസൂരിലാണ് മൈസൂർ കൊട്ടാരം എന്നറിയപ്പെടുന്ന അംബോവിലാസ് കൊട്ടാരം ഉള്ളത്. അംബോവിലാസ് കൊട്ടാരം എന്നും ഇതറിയപ്പെടുന്നു. കൊട്ടാരം ഒരു ചരിത്ര കൊട്ടാരവും ഒരു രാജകീയ വസതിയും കൂടിയാണ്. വാഡിയാർ വംശത്തിൻ്റെ ഔദ്യോഗിക വസതിയും മൈസൂർ രാജ്യത്തിൻ്റെ ആസ്ഥാനവുമായിരുന്നു മൈസൂർ പാലസ്. മൈസൂരിൻ്റെ മധ്യഭാഗത്ത് കിഴക്കോട്ട് ചാമുണ്ടിക്കുന്നിന് അഭിമുഖമായിട്ടാണ് ഈ കൊട്ടാരം ഇരിക്കുന്നത്. ഇത് ധാരാളം കൊട്ടാരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മൈസൂരിനെ കൊട്ടാരങ്ങളുടെ നഗരം എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. താജ്മഹലിന് ശേഷം ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് നമ്മളിപ്പോൾ കണ്ട മൈസൂർ പാലസ്. മൈസൂർ പാലസിൻ്റെ ഭംഗി രാത്രിയിൽ വളരെ തെളിഞ്ഞ് കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ മുൻഭാഗം. കുതിരവണ്ടിയിൽ ആൾക്കാർ യാത്ര ചെയ്യുന്നുണ്ട്. നമ്മൾ മോർണിംഗിലും മൈസൂർ പാലസ് കാണാൻ വേണ്ടി സഞ്ചരിക്കുകയാണ്. അങ്ങനെ എൻട്രി ഫ്രീ കൊടുത്ത് ഉള്ളിലേക്ക് കിടക്കുകയാണ്. ഇവിടെയും കച്ചവടം തുടരുന്നുണ്ട്. ഓരോന്നിനും ഓരോ റേറ്റാണ്. അതിനെ പറ്റിയൊക്കെ അവർ പറഞ്ഞു തരുന്നുണ്ട്. ബാർഗെയിൻ ചെയ്തും വാങ്ങാൻ സാധിക്കുന്നതാണ്. രണ്ട് സൈഡിലും വാട്ടർ ഫൗണ്ടനൊക്കെ വെച്ചിട്ട് വളരെ ഭംഗിയായിട്ടാണ് ഇവർ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇന്നലെ വന്നതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി ഒരു നല്ല ധാരണയുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ ആ
അകത്തേക്ക് കടക്കാൻ പോവുകയാണ്. ചെറിയ ചെറിയ ക്ഷേത്രങ്ങളൊക്കെ ഉള്ളിൽ തന്നെയുണ്ട്. ഇതാണ് ചെരുപ്പ് വെക്കുന്നത്. ഫ്രീ ആയിട്ടാണ് ചെരുപ്പ് വെക്കാൻ പറ്റുന്നത്. ഇതിൽ കൊട്ടാരം മുഴുവൻ ചുറ്റി കാണിച്ചു തരാമെന്നവർ പറഞ്ഞു. 100 rupees പറഞ്ഞത്. ഇതാണ് മൈസൂർ പാലസിൻ്റെ രാവിലത്തെ ഭംഗി. എത്ര പറഞ്ഞാലും മതി വരില്ല. ഒരു വല്ലാത്ത ഫീലിംഗ് ആണ്. ഓരോ കവാടങ്ങളുണ്ട്. ഞങ്ങളിതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പോവുകയാണ്. അതൊരു അമ്പലമാണ്. നമ്മൾ ഉള്ളിലേക്ക് കയറി ഓരോ പില്ലറുകൾക്കും ഓരോ കഥകൾ പറയാനുണ്ടാകും. അത്രയ്ക്ക് വളരെ സുന്ദരമായിട്ടാണ് കൊട്ടാരം ഉണ്ടാക്കിയിരിക്കുന്നത്. കാണുന്ന ആനയുടെ തല ഒറിജിനലാണ്. 2 സൈഡിലും ഓരോ ആനത്തലകൾ വെച്ചിട്ടുണ്ട്. ഇതാണ് പിന്നെ പറയാനുള്ള ഒരു പ്രധാനമായ ഏരിയ. ഓപ്പൺ സ്പേസ്. ഓരോ ടൈലുകൾ വ്യത്യസ്തമാണ്. ഓരോ ചുമർ ചിത്രങ്ങൾ ഇവിടെ പതിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട മനോഹരമായ ഒരു സ്ഥലമാണ് മൈസൂർ പാലസ്.